സ്വന്തം നാട്ടിൽ സ്വന്തമായൊരു വീട്, കിടപ്പാടം, മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്ന പ്രവാസിയുടെ ഏറ്റവും ചെറിയ സ്വപ്നമാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതായിരുന്നു ഷാർജ എക്സ്പോ സെന്ററിൽ ഇത്തവണ നടന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോ. മാതൃഭൂമി.com ക്രെഡായും ചേർന്നാണ് 8ാമത് കേരള പ്രോപ്പർട്ടി എക്സ്പോ ഒരുക്കിയത്. ഷാർജ എക്സ്പോ സെന്റർ ആയിരുന്നു 2 ദിവസത്തെ പ്രോപ്പർട്ടി എക്സ്പോയുടെ വേദി. കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്നതും നിർമ്മാണം പൂർത്തിയായതുമായ പ്രൊജക്റ്റുകൾ നിർമ്മാതാക്കൾ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഏതാണ്ട് 40ഓളം ബിൽഡർമാരാണ് അവരുടെ പ്രൊജക്റ്റുകൾ അവതരിപ്പിച്ചത്. സന്ദർശകർക്കാണെങ്കിൽ 200-ലധികം പ്രൊജക്റ്റുകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കേരള പ്രോപ്പർട്ടി എക്സ്പോ വഴിയൊരുക്കി. കഴിഞ്ഞ 2-3-4 വർഷങ്ങൾക്കുള്ളിൽ വന്നിരിക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം ആളുകളാണ് ഇത്തവണ ഈ സ്റ്റാളുകൾ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതും വളരെ ജെന്യുവനായിട്ടുള്ള കസ്റ്റമേഴ്സാണ്. എല്ലാവരും വളരെയധികം സമയം സ്പെൻഡ് ചെയ്ത് ഓരോ സ്റ്റാളുകളിലും കയറി പ്രൊജക്റ്റുകളെ കുറിച്ച് വിശദമായി അറിയുകയും പല നല്ല ഡീലുകളും തന്നെ ഇവിടെ നടന്നിട്ടുള്ളതായിട്ടും എന്നോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പ്രവാസികൾ ഇതിനെ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പ്രാവശ്യം 40ഓളം സ്റ്റോളുണ്ട് മൊത്തമായിട്ട്. അപ്പം 40ഓളം സ്റ്റോൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ്, തൃശ്ശൂർ എല്ലാ സ്ഥലത്തു നിന്നുള്ള ബിൽഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് വില്ലാസ് ഉണ്ട്, അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, കൊമേഴ്ഷ്യൽ സ്പേസ്, ഏതാണ്ട് 200ഓളം പ്രോജക്ട്സ് ഡിസ്പ്ലേയിലുണ്ട് ഈ പ്രാവശ്യം. അതാണ് അതിനകത്തൊരു എന്താ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതിനെല്ലാം കൂടെ കണ്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അത് വേറെങ്ങും ഇല്ല. നമുക്കിത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ആവേശകരമായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ്. ദുബായ് വെർട്ടെക്സ്, ഡൈനാമിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നിവയുടെ ചെയർമാൻ മുഹമ്മദ് ജാസിമാണ് വേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ക്രെഡായ് ഭാരവാഹികളായ ജോൺ തോമസ്, സേതുനാഥ് മുകുന്ദൻ, രാജീവ്, അഡ്വക്കേറ്റ് ചെറിയാൻ ജോൺ, മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് ജനറൽ മാനേജർ KR പ്രമോദ്, ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ, GCC ജനറൽ മാനേജർ PS ശ്രീകുമാർ, ഡിജിറ്റൽ മീഡിയ സൊല്യൂഷൻസ് മാനേജർ ദീപ്തി S പിള്ള തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തിനൊപ്പം തന്നെ UAE-യിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മലയാളികളുടെ സാന്നിധ്യം അത് വിസ്മയിപ്പിക്കുന്നതാണെന്നാണ് ഉദ്ഘാടന ചടങ്ങിനെത്തിയ മഹമ്മൂദ് ജാസിമിൻ്റെ അഭിപ്രായം. സ്വന്തം നാട്ടിൽ നിക്ഷേപം നടത്താൻ മലയാളികളെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന പ്രദർശന മേളയൊരുക്കിയതിന് അദ്ദേഹം മാതൃഭൂമിയെ അഭിനന്ദിക്കുകയും ഇത്തരം നടപടികളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. Very happy to be here. I'm very proud because I keep saying without the Indians we wouldn't have achieved what we have achieved today. Yes, we are one family. We might have given the platform, but you guys have did all what it takes to improve this platform and take it to a next level. ആയിരക്കണക്കിന് സന്ദർശകരാണ് 2 ദിവസത്തെ കേരള പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് എത്തിയത്. പ്രോപ്പർട്ടി എക്സ്പോയുടെ 8ാമത്തെ എഡിഷനാണ് ഇത്തവണ ഷാർജയിൽ നടന്നത്. വലിയ ആവേശം തന്നെയായിരുന്നു പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് എത്തിയ ഓരോ പ്രവാസികളുടെയും മുഖത്തും വാക്കുകളിലും ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ടൈമിനെക്കാട്ടിലും ഇത്തവണ കൂടുതൽ വാക്കിൻസ് ഉണ്ട്. ജെനുവിൻ എൻക്വയറീസ് ആയിട്ട് തന്നെ തോന്നുന്നു. ഒരുപാട് നല്ല ഫോളോ അപ്പും നല്ല ഇതും കിട്ടുന്നുണ്ട്. ദിസ് ടൈം നന്നായിട്ടുണ്ട് എക്സ്പോ. This year SFS is celebrating its 40th year, the Ruby Jubilee celebration. So that is the reason I am thanking UAE. ഇരിക്കുന്ന എല്ലാ ഒരു ജെനുവിൻ ബയേഴ്സ് തന്നെയാണ്. അവർക്ക് നാട്ടിൽ ഒരു വീട് വേണം, അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് ജെനുവിൻ ആണ്. ഇനി അവരുടെ ലൊക്കേഷൻ സൂട്ടാവുക, ബഡ്ജറ്റ് സൂട്ടാവുക, ഇതാണ് മെയിനായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഫ്ലാറ്റ് വന്ന് കാണാൻ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം അടുത്ത ആഴ്ചയിൽ നാട്ടിൽ വരുന്നവരുണ്ട്, അടുത്ത മാസം വരുന്നവരുണ്ട്. അങ്ങനെ വന്ന് കണ്ട് ഫൈനലൈസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണ് കൂടുതലും. നല്ല പോസിറ്റീവായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു എന്താ പറയുക, ഒരുപാട് ഫിൽറ്റർ എടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്. സ്പെസിഫിക്കലി ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വരുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. Really appreciate today because we can find so many quality customers. Walking along with Madhrubhumi for a show, it was a fantastic experience. We are very optimistic about this marketing campaign. മോസ്റ്റ്ലി വന്ന കൂടുതൽ എൻക്വയറീസും അവരിപ്പോൾ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ
നാട്ടിലെത്തും എന്ന് പറഞ്ഞ ക്ലയൻസാണ് കൂടുതലുള്ളത്. അപ്പം കൂടുതൽ നമുക്ക് അവിടെയാണ് അപ്പോയിൻമെൻറ്റ്സ് കിട്ടിയത്. നന്നായിട്ടുണ്ടായിരുന്നു. വി ആർ എക്സ്പെക്ടിങ് സംതിങ് പോസിറ്റീവ്. ഓക്കെ, നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. വി ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്. റേറ, ക്രെഡായ് തുടങ്ങിയ ഏജൻസികളുടെ സാന്നിധ്യം കെട്ടിട നിർമ്മാതാക്കൾക്കൊപ്പം തന്നെ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും വലിയ ആശ്വാസവും ആവേശവും നൽകുന്നതായിരുന്നു. നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടില്ലെന്ന് ബോധ്യമായതോടെ നിക്ഷേപകരുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ലീവ് ചെയ്യുക എന്നുള്ളതിൻ്റെ കൂടെ ഉപരിയായിട്ട് കുറേ സോഷ്യൽ സെക്യൂരിറ്റി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. എമ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഷെയർ ചെയ്ത് ജീവിക്കുക എന്നുള്ളതിനും പിന്നെ ട്രാവൽ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കണക്ടിവിറ്റിയും എല്ലാം കൂടുതൽ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സിലാണ് കൂടുതൽ കിട്ടുന്നത്. ഒരു സാലറി ക്ലാസ്സാണ് കൂടുതലും വന്നിരിക്കുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ നാട്ടിലോട്ട് ട്രാവലിംഗ് ആണല്ലോ. ഇവിടെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആണ് അപ്പാർട്ട്മെൻറ്റ് വന്ന് കാണാനും മറ്റുള്ള പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും. നല്ല റെസ്പോൺസ് ഉണ്ട്. വന്നിട്ടുള്ള എല്ലാവരും ജെനുവിൻ ബയേഴ്സാണ്, ഇൻവെസ്റ്റേഴ്സാണ്. നാട്ടിലെ പ്രൊജക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് സ്റ്റാളിൽ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം വെറുതെ കുറേ ക്രൗഡ് വരുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഓരോ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നുണ്ട്. സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഹാറ്റ്സ് ഓഫ് ടു മാതൃഭൂമി ഫോർ ദാറ്റ് കേട്ടോ. ഞങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് കാണുന്നത്. കാരണം കൂടുതൽ വരുന്നവരും ജെനുവിൻ ബയേഴ്സായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. തന്നെയല്ല, വരുന്ന ആൾക്കാരിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയെ കുറിച്ചിട്ട് കുറച്ചും കൂടെ അവബോധം വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഒരു 50-60 ആൾക്കാർ വന്നിട്ട് അതിലൊരു സെയിൽ നടക്കാത്ത കുറേ ഷോകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഫാർ ബെറ്ററാണ് നമുക്കൊരു 12-13 എൻക്വയറി വന്നിട്ട് അതിൽ 1-2 കൺവെൻഷൻസ്. ദാറ്റ്സ് ഫൈൻ. സോ ടോട്ടലി വി ആർ ഹാപ്പി. എന്തൊക്കെയാണ് നമ്മളൊരു ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ നമ്മളെ ബാങ്കിൽ നിന്ന് മാത്രമല്ല ഏത് ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അതിനകത്ത് ചാർജസ് വരുന്നത്, എത്ര വർഷത്തേക്ക് നമുക്ക് കിട്ടും, എന്തൊക്കെയാണ് നമ്മുടെ എലിജിബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എത്ര രൂപ നമ്മൾ മാർജിൻ വേണം, എത്ര രൂപ വരെ നമുക്ക് കിട്ടും നമ്മുടെ സാലറി വെച്ചിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. മാതൃഭൂമിയുടെ ഇപ്രാവശ്യത്തെ എക്സ്പോ ഏറ്റവും നല്ലൊരു റിസൾട്ട്. വരും വർഷങ്ങളിലും ഇതുപോലെ തന്നെ ഇനിയും നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഇതോടൊപ്പം തന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. വില്ലകൾക്കും ഫ്ളാറ്റുകൾക്കും ഒരുപോലെ ആവശ്യക്കാരുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഓരോ സ്റ്റോളുകളിലും കാണാൻ കഴിഞ്ഞത്. സുരക്ഷ, യാത്രാ സൗകര്യം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി ഫ്ളാറ്റുകളിൽ ആകർഷകമാകുന്ന നിരവധി സൗകര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ സന്ദർശകർക്ക് കൂടുതൽ ആശ്വാസമായിരുന്നു. There are a variety of realty people here with different options, different price ranges, and the sales force behind it are amazing. They gave us a good idea about the different properties, and we are very confused, to be very honest. we don't know what to choose or what to think about, but at the moment we have some suggestions from these people. കുറേ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിങ് സ്റ്റേജിലാണ്. അതായത് 27-28 ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ള സീനിയർ സിറ്റിസണിന് വി വാണ്ട് സംതിങ് ടു മൂവ് ഇൻ ഓർ അറ്റ്ലീസ്റ്റ് ഇൻ 1 or 2 years ടൈം. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്റ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1-2 കണ്ടു. നോയലിൻ്റെ അത് കണ്ടു, പിന്നെ വീഗലാൻഡിൻ്റെ ഇവരുടെ കണ്ടു, ഇപ്പോൾ ഈ കെൻറ്റിൻ്റെ 3-4 പേരുടെ കണ്ടിട്ടുണ്ട്. വി ഹാവ് ടു മേക്ക് എ ചോയ്സ്. വില്ലകൾ വേണ്ടവർക്ക് ഏറ്റവും മികച്ച വില്ലകൾ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നിരവധിയാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിലുള്ള വല്ല വില്ലകളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ പ്ലാൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാം. നിർമ്മാതാക്കൾക്കും ഇത്തവണ കേരള പ്രോപ്പർട്ടി എക്സ്പോ പുതിയ ഒരു അനുഭവമായിരുന്നു. കാരണം UAEയിൽ സ്കൂൾ അവധി ദിവസങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ അതേ ദിവസങ്ങളിൽ തന്നെയായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോയിൽ നടന്നത്. മാത്രമല്ല, പ്രവാസികളൊക്കെ തന്നെ നാട്ടിലേക്ക് അവധിക്ക് തയ്യാറെടുക്കുന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സന്ദർശകർ ഇത്തവണ മേളയ്ക്കെത്തി. രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയായിരുന്നു 2 ദിവസങ്ങളിലും പ്രദർശനമേള. രാവിലെ മുതൽ രാത്രി വരെ നല്ല തിരക്കും ഇത്തവണ മേളയിൽ അനുഭവപ്പെട്ടു.
ആദ്യ ദിവസത്തേക്കാൾ ആവേശം നിറഞ്ഞതായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ രണ്ടാം ദിവസം. 2020 ക്രിക്കറ്റിൽ ഇന്ത്യ വിജയിച്ചതിന്റെ പിറ്റേ ദിവസമായതുകൊണ്ട് തന്നെ മേളയ്ക്കെത്തുന്ന കൂടുതൽ ആളുകളും പങ്കുവച്ചത് ഇന്ത്യയുടെ വിജയാവേശമാണ്. രാവിലെ മുതൽ രാത്രി മേള അവസാനിക്കുന്നതുവരെ നല്ല തിരക്കായിരുന്നു. കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പമാണ് നിരവധി പ്രവാസികൾ രണ്ടാം ദിവസം മേള കാണാൻ എത്തിയത്. പ്രോപ്പർട്ടി എക്സ്പോയിൽ പങ്കെടുത്ത റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്ക്, പ്രതിനിധികൾക്കൊക്കെ തന്നെ കേരളത്തിന്റെ പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ MLA ചാണ്ടി ഉമ്മനാണ് ഉപഹാരങ്ങൾ സമ്മാനിച്ചത്. പ്രവാസി വ്യവസായി VT സലീം, ക്രെഡായ് CEO സേതുനാഥ് മുകുന്ദൻ, മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് ജനറൽ മാനേജർ KR പ്രമോദ്, ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ, പുന്നയ്ക്കൻ മുഹമ്മദ് അലി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ നട്ടല് പ്രവാസികളാണെന്നും അവർക്ക് സ്വപ്നഭവനം സ്വന്തമാക്കാൻ മാതൃഭൂമി അവസരമൊരുക്കിയതിൽ ഏറെ സന്തോഷിക്കുന്നുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സ്നേഹത്തിന്റെ ഒരു ചെറിയൊരു എക്സ്പ്രഷനാണ് ഈ ഒരു ചടങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കൺസെപ്റ്റാണ് കേരള പ്രോപ്പർട്ടി എക്സ്പോ എന്നുള്ളത്. അതായത് 8ാമത്തെ എഡിഷൻ മാതൃഭൂമി നടത്തുന്നു. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ മാതൃഭൂമിക്ക് ഞാൻ നേരുക. കാരണം നമ്മുടെ പ്രവാസികൾക്ക് നാട്ടിൽ പോയി അലയേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഏതാണ് ബെസ്റ്റ് പ്രോപ്പർട്ടി എന്ന് കാണാനും ഇപ്പോൾ എന്താ പറയുക, ക്രെഡിറ്റ് അവൈൽ ചെയ്യാനുള്ള ഫെസിലിറ്റി പോലും 45 സ്റ്റോൾസ് ഉണ്ട്. അതിനകത്ത് 35ഓളം ബിൽഡേഴ്സിൻ്റെ സ്റ്റോൾസ് ഉണ്ട്, ബാങ്ക്സിൻ്റെ സ്റ്റോളുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുവാനും അതിൻ്റെ ഫെസിലിറ്റീസ് നോക്കുവാനും ഒക്കെ അവസരം, അതുപോലെ തന്നെ ക്രെഡിറ്റ് അവൈൽ ചെയ്യാനുള്ള അവസരം. അപ്പോൾ ഒരു കൊടക്കീഴിൽ തന്നെ പ്രവാസിക്ക് വേണ്ടതെല്ലാം, അതായത് അവൻ്റെ വീടിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ടതെല്ലാം, ഫ്ലാറ്റ് മേടിക്കണം അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടി ആണെങ്കിലും അവർക്ക് മേടിക്കാനുള്ള അവസരം മാതൃഭൂമി ഒരുക്കുകയാണ്. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ മാതൃഭൂമി. കാരണം പ്രവാസികളാണ് നമ്മുടെ നട്ടല്. പ്രവാസികളില്ലാതെ നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ആ പ്രവാസികൾക്ക് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതിൽ ജനപ്രതിനിധി എന്ന നിലയിൽ വലിയ അഭിമാനം തോന്നുന്നു. ദുബായ് അടക്കമുള്ള UAE മറ്റ് നഗരങ്ങളിലേക്ക് വ്യവസായം വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന കേരളത്തിലെ പ്രോപ്പർട്ടി ഉടമകളെയും ഈ തവണ കേരള പ്രോപ്പർട്ടി എക്സ്പോയിൽ കാണാൻ കഴിഞ്ഞു. ഈ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും പ്രവാസികളും സ്വദേശികളുമായ നിക്ഷേപകരെയും സംരംഭകരെയും നേരിൽ കാണാനും അവരുടെ അഭിരുചി മനസ്സിലാക്കാനും 2 ദിവസത്തെ മേള ഇത്തരം സംരംഭകർക്ക്, വ്യവസായികൾക്ക് സഹായകമായി. ആഗോള വിപണിയിലേക്കുള്ള പ്രവേശന കവാടം കൂടിയായിരുന്നു പലർക്കും ഇത്തവണ കേരള പ്രോപ്പർട്ടി എക്സ്പോ. ഏറ്റവും നല്ല മാർക്കറ്റായിട്ടാണ് കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഗ്ലോബലി എൻട്രി ചെയ്യാൻ ഏറ്റവും നല്ല പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് UAE. അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ ഓഫീസാണ് ഞങ്ങൾ ബുർജ് ഖലീഫയിൽ തുടങ്ങിയത്. ഇവിടെ ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോഴിക്കോട് ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്തപ്പോൾ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും പ്രോജക്റ്റും കൂടി ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ട്. അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കേരളത്തിൽ പ്രമുഖരായ ബിൽഡർമാരെ മാത്രം തിരഞ്ഞെടുത്ത് അവരുടെ പ്രൊജക്റ്റുകൾ ഒരു കൂടയ്ക്ക് കീഴിൽ കൊണ്ടുവന്നിട്ട് ഒന്നിച്ച് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രശംസനർഹിക്കുന്ന പ്രവർത്തനമാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കേരളത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ എത്രത്തോളം സുരക്ഷിതമാണ്, നിക്ഷേപ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല മേഖലകളും ഇത്തവണ കേരള പ്രോപ്പർട്ടി എക്സ്പോ ചർച്ച ചെയ്തു. റേറ, ക്രെഡായ് തുടങ്ങിയ ഏജൻസികളുടെ സാന്നിധ്യം റിയൽ എസ്റ്റേറ്റ് മേഖലയെ എത്രത്തോളം ശക്തിപ്പെടുത്തിയെന്ന് പ്രോപ്പർട്ടി ടോക്ക് വ്യക്തമാക്കി. സാധാരണ ഒരു NRIക്ക് വരുന്ന സംശയങ്ങൾ, നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫാണോ, അതിൻ്റെ റിട്ടേൺ എങ്ങനെയാണ്, അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്താണ്, റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി എന്താണ്, ക്രെഡായി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇത് വളരെ ജെനുവിൻ ക്വസ്റ്റ്യൻസാണ്. അതിന് റീസണബിൾ നല്ല ആൻസേഴ്സും നൽകാൻ സാധിച്ചു. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ റെറയും ക്രെഡായൊക്കെ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ സാധിച്ചു. കെട്ടിട നിർമ്മാതാക്കളിൽ നിന്നും സംശയങ്ങൾക്ക് നേരിട്ട് മറുപടി ലഭിച്ചപ്പോൾ നിക്ഷേപകർക്കും ആത്മവിശ്വാസം വർദ്ധിച്ചു. കേരളത്തിലെ സാധ്യതകൾ അവർ മനസ്സിലാക്കി. സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏത് മേഖലയിലും നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്നാണ് അവസാനം
ഈ ചർച്ച പ്രോപ്പർട്ടി ടോക്ക് കഴിയുമ്പോൾ സംരംഭകർ വ്യക്തമാക്കിയത്. നമുക്ക് കുറേ ബിൽഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് കേട്ടതും ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ വന്നതുകൊണ്ടല്ലോ. പക്ഷേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആ സെമിനാറിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്കാണെന്ന് തോന്നുന്നു, എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയതും ഇനി അങ്ങോട്ട് വാങ്ങാൻ ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ ഒരു കൊടക്കീഴിൽ എല്ലാ ബിൽഡേഴ്സിനെയും നിങ്ങൾ ഒന്നിച്ച് പ്രവാസി നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കൊണ്ടുവന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിന് വി ഷുഡ് താങ്ക് എവറി നിങ്ങളുടെ ടീം എന്ന എല്ലാവരെയും, ഈച്ച് ആൻഡ് എവറി വൺ. അത് തന്നെ വലിയൊരു കാര്യം. വീഡിയോ കാര്യങ്ങളൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അതിനെപ്പറ്റി പഠിച്ചു. അതെല്ലാം നമ്പർ കാര്യമെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു, പ്ലാനുണ്ട്, നോക്കാം. നന്നായിട്ടുണ്ട്. എന്താ വെച്ചാൽ എല്ലാം കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരിടത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കമ്പാരിസണും അതിൻ്റെ ഡീറ്റെയിലും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പെട്ടെന്ന് തന്നെ. നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മൾ അവിടെ പുട്ട് ഫോർത്ത് ചെയ്തിട്ട് അവർ അതനുസരിച്ച് നമുക്ക് പറയും സജഷൻ. പിന്നെ നമുക്കൊരു ഒരു കാറ്റലോഗ് കിട്ടുമല്ലോ, ടു ചെക്ക് വിച്ച് ഫ്ലാറ്റ് വിച്ച് ഹൗസ്. അങ്ങനെ ഇപ്രാവശ്യത്തോടു കൂടി ഒരു നല്ലൊരു വില്ല എടുക്കാമെന്നൊരു പ്ലാനുണ്ട്. ആക്ച്വലി നിങ്ങൾ ഈ വർഷത്തിലൊരിക്കൽ വന്ന് ഈ പ്രോപ്പർട്ടി എക്സ്പോ നടത്തുന്നത് ഞങ്ങളെപ്പോലുള്ള NRIസിനൊക്കെ വളരെ ഉപകാരമാണ്. എന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിലോട്ട് വരുന്നതിന് വരെ ഇവിടെ നിന്ന് എല്ലാ ബിൽഡേഴ്സിനെയും ഇപ്പം ഈ ഒരു ഇതിൽ കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ എളുപ്പ വഴിയാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഫ്ലാറ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, വില്ലകളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് ആണെന്നല്ല, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അറിയാമെന്നുള്ള രീതിയിൽ വന്നതായിരുന്നു. എല്ലാ ബിൽഡേഴ്സും ഉണ്ട്, എല്ലാവരെയും അവരുടെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. ഒത്തിരി ബിൽഡേഴ്സിനെ, കുറേ ഓപ്ഷൻസിനെ ഒന്നിച്ച് കാണാൻ സാധിച്ചു. പിന്നെ അതിൽ ബെസ്റ്റ് ഓപ്ഷൻ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാനും പറ്റി. എല്ലാം കണ്ടു. ഇത് ഞങ്ങൾ രണ്ടാമത്തെ വർഷമാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന മോളെയും കൊണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു. ട്രീസ്, ഒരു വീട്, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, വാളുണ്ട്, ട്രീസ് ഉണ്ട്, സണ്ണുണ്ട്, സ്കൈ ഉണ്ട്, പാം ട്രീസ്, ബട്ടർഫ്ലൈസ്, ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട്. ഞാൻ വീടിനെ വരച്ച്, പിന്നെ ഒരു വീടിനെ വരച്ച്. കലയും മത്സരങ്ങളും ചേർന്ന വേറിട്ട അനുഭവമാണ് കേരള പ്രോപ്പർട്ടി എക്സ്പോ ഇത്തവണ സന്ദർശകർക്ക് സമ്മാനിച്ചത്. പാട്ടിന്റെ ഹിമമഴയായി ഗായിക നിത്യാമാമൻ മേളയിൽ തരംഗമായി. സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരുമെല്ലാം കേരള പ്രോപ്പർട്ടി എക്സ്പോയെ സമ്പന്നമാക്കി. സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായിരുന്നു ചിത്രരചന മത്സരം. ജോയി ആലുക്കാസ് ഗ്രൂപ്പുമായി ചേർന്നാണ് ചിത്രരചനാ മത്സരം ഒരുക്കിയത്. ഹാപ്പി ഹോം എന്ന വിഷയത്തിലുള്ള ചിത്രരചനാ മത്സരത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചിത്രകാരൻ സിജിൻ ഗോപിനാഥും ചിത്രകാരി സീമ സുരേഷും മത്സരത്തിൽ വിധികർത്താക്കളായി. റേഡിയോ അവതാരകരാകാൻ ആഗ്രഹിക്കുന്ന നിരവധി കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്ക്, കുരുന്നുകൾക്ക് പുതിയ വേദി ഒരുക്കുന്നതായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോ ഇത്തവണ സംഘടിപ്പിച്ച കുട്ടി RJ മത്സരം. അവതരണത്തിലെ മികവും ആത്മവിശ്വാസവും കൊണ്ട് കുരുന്നുകൾ വിധികർത്താക്കളെയും സന്ദർശകരെയും ഒരുപോലെ അമ്പരപ്പിച്ചു. ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അത് ആ ആലോചന വരാനായിട്ട് കുറച്ച് സ്റ്റെപ്സും കുറച്ച് ഹെൽപ്പ് ചെയ്യാനുള്ള വഴികളും പറഞ്ഞു. Hello guys, it's me RJ Shavana from Club FM 99.6. Have done having fun. മലയാളികൾക്ക് വീട് പോലെ തന്നെ പ്രിയങ്കരമാണ് രുചിയേറിയ വിഭവങ്ങൾ. കേരള പ്രോപ്പർട്ടി എക്സ്പോയിൽ എന്നും രുചിമേളയൊരുക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ആദാമിന്റെ ചായക്കടയാണ്. കേരളത്തിന്റെ തനി നാടൻ വിഭവങ്ങൾ നാവിൽ വെള്ളമൂറും വിധത്തിൽ സന്ദർശകർക്കും സംരംഭകർക്കും മുന്നിലെത്തി. ഭവനവും ഭക്ഷണവും എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരമാണെന്ന് പറയും ഉടമ അനീസ് ആദം.
8 വർഷമായി ഈ ഒരു പ്രോപ്പർട്ടി എക്സ്പോ ഇവിടെ നടക്കുന്നത്. അതിൽ 6 വർഷമായിട്ട് ഞങ്ങൾ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഓരോ കൊല്ലം കൂടുമ്പോൾ നമുക്കും സന്തോഷം ഈ ലുക്ക് ഫോർവേഡ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക്. കാരണം നിങ്ങൾക്കറിയാം, പ്രവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. ഇവിടെ പല ഷോകളും നടക്കാറുണ്ട്, പക്ഷേ ഇതിന് എല്ലാവരും എന്താ പറയുക മനസ്സിൽ വയ്ക്കുന്ന ഒരു ഇവൻ്റാണല്ലോ. കാരണം ഒരു വീട് അല്ലെങ്കിൽ ആളുകൾക്ക് കല്യാണം എന്നൊക്കെ പറയുന്നത് വലിയൊരു, അപ്പോൾ ഒരു ഇമോഷനുള്ളൊരു ഇവൻ്റാണിത്. ആ ഇമോഷനിലേക്ക് നിങ്ങൾക്ക് അറിയാം വരുമ്പോൾ തന്നെ ഫാമിലി ആയിട്ടാണ് വരുന്നത്. അവരുടെ വീട് ഏതാണ് പ്രിഫർ ചെയ്യാനും കുട്ടികളും ഉണ്ടാവും, പാരൻസ് ഉണ്ട്, ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നല്ലൊരു ഫുഡ് കൊടുത്ത് അവരെ അങ്ങനെ വലിയ സ്വപ്നങ്ങളും വലിയ പ്രതീക്ഷയിലൂടെ ഈ ഇവൻ്റ് വരുമ്പോൾ ഒരു ഇമോഷണൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതും കൂടി അവരെ നല്ല സാറ്റിസ്ഫൈഡ് ആക്കി വിടാൻ നമ്മൾ എല്ലാ കൊല്ലവും ഇങ്ങനെ ഓരോ പ്രാവശ്യം കോമ്പീറ്റ് ചെയ്യാറാണ് ഭക്ഷണം നന്നാക്കി കൊടുക്കാൻ. ഇതുവരെ സാധിച്ചു. അത് വലിയൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക്. DNA എന്ന പുതിയ ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ താരങ്ങളുണ്ട്. അഷ്കർ സൗദാനും ഹന്ന റജി കോശിയും. ഇരുവരും മേളയിൽ സജീവ സാന്നിധ്യമായി. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ഇരുവരും ചേർന്ന് സമ്മാനിച്ചു. ഐ തിങ്ക് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്പോയുടെ ഭാഗമാകാൻ പറ്റുന്നു. ടു സീ ഓൾ ദീസ്, നമുക്ക് ഇത്രയും അമ്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണാൻ പറ്റുന്നു. ഇറ്റ്സ് എ ബിഗ് തിങ്. ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ 2-3 ഫ്ലാറ്റ് മേടിക്കാമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അതെ, കേരള പ്രോപ്പർട്ടി എക്സ്പോ അല്ലേ, ഞങ്ങൾ 5-6 ഫ്ലാറ്റുകൾ നോക്കി വെച്ചിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കൊപ്പം മികച്ച ആർക്കിടെക്റ്റ് കൂടിയാണ് പാട്ടുകാരി നിത്യ മാമൻ. കേരള പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് എത്തിയ നിത്യ മാമൻ വീടിനെയും പാട്ടിനെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ പങ്കുവച്ചു. സന്ദർശകർക്കൊപ്പം നിത്യ പാട്ടുപാടി. കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ 8ാമത് എഡിഷൻ അവസാനിക്കുമ്പോൾ പക്ഷേ സന്ദർശകരുടെ മനസ്സിലെ സ്വപ്നങ്ങൾ അവിടെ തീരുന്നില്ല. ഷാർജ എക്സ്പോ സെന്ററിൽ കണ്ട വില്ലകളുടെയും ഫ്ളാറ്റുകളുടെയും ഒക്കെ മാതൃകകൾ മനസ്സിലിട്ട് അവർ അവസാനം ഒരു തീരുമാനത്തിലെത്തും. കേരളത്തിലെ യഥാർത്ഥ പ്രോപ്പർട്ടി വീടുകളും വില്ലകളും ഫ്ളാറ്റുകളുമൊക്കെ അവർ സന്ദർശിക്കും. അതിനുശേഷം അവരത് വാങ്ങും. അതിനുള്ളിൽ കയറി അവർ താമസിക്കും. അപ്പോഴാണ് കേരള പ്രോപ്പർട്ടി എക്സ്പോ ക്രഡായിയും മാതൃഭൂമി.com ചേർന്നൊരുക്കിയ സ്വപ്ന ഭവന പദ്ധതി അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത്.